ഹലോ നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും G2 മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ലോക ചാപ്റ്റർ 1 ചന്ദ്ര ആ സിനിമയുടെ 4 ദിവസത്തെ ഒഫീഷ്യലായിട്ടുള്ള കളക്ഷൻ റിപ്പോർട്ട്. ഇന്നലെ ഞായറാഴ്ച ദിവസമായിരുന്നു. തീ പോലെ ആളിക്കത്തുന്ന ബുക്കിംഗ് നമുക്ക് ഇന്നലെ കാണാൻ സാധിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള 4 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് വരാനായിട്ട് ഇച്ചിരി ലേറ്റായി, ഇപ്പോൾ വന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും അധികം താമസിച്ചത്. ഹൃദയപൂർവ്വം സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ട് വന്നിട്ടുമില്ല 4ാമത്തെ ദിവസത്തെ. എന്തായാലും ലോകയുടെ 4 ദിവസത്തെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട്, ഞായറാഴ്ചത്തെ ഉൾപ്പെടെ ഉള്ള കളക്ഷൻ റിപ്പോർട്ടും ഇന്ന് തിങ്കളാഴ്ച ദിവസം ലോക സിനിമ ഇറങ്ങി 5ാമത്തെ ദിവസമാണ്. 5ാമത്തെ ദിവസം എത്രത്തോളം ബുക്കിംഗ് കേരളം ഒട്ടാകെ അവതരിപ്പിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുന്നവരും അതുപോലെ തന്നെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻ്റായും പ്രതീക്ഷിക്കുന്നു. നമുക്ക് ആദ്യം തന്നെ ഇന്ന് തിങ്കളാഴ്ച ദിവസം വർക്കിംഗ് ഡേ ആയിട്ടും ലോക ചാപ്റ്റർ 1 എത്രത്തോളം ബുക്കിംഗ് ഉണ്ടെന്നുള്ളതൊന്ന് നോക്കി വരാം. കൊച്ചി സിറ്റിയിൽ 165 ഷോയോളം ഈ വർക്കിംഗ് ഡേയും കാണുന്നു. എന്താ അല്ലേ, വമ്പൻ നേട്ടം തന്നെ കേട്ടോ. 180 ഷോ ഉള്ളതിൽ വെറും 15 ഷോ മാത്രമാണ് ഇപ്പോൾ ഫാസ്റ്റ് ഫീഡിങ്, അതായത് പച്ച നിറത്തിൽ നിൽക്കുന്നത്. ബാക്കിയെല്ലാം തന്നെ ഹൗസ്ഫുള്ളിലേക്ക് നീങ്ങുന്ന ഒരു കാഴ്ചയാണ് കൊച്ചി സിറ്റിയിൽ കാണാൻ സാധിക്കുന്നത്. ട്രിവാൻഡ്രത്ത് മോശമല്ല, 110 ഷോയോളം ഫാസ്റ്റ് ഫീഡിങ്, കോഴിക്കോട് 75 ഷോയോളം ഫാസ്റ്റ് ഫീഡിങ്ങും, തൃശ്ശൂർ 65 ഷോ ഫാസ്റ്റ് ഫീഡിങ്ങും, കൊല്ലത്ത് 30 ഷോ ഫാസ്റ്റ് ഫീഡിങ്ങും, കോട്ടയത്ത് 20 ഷോ ഫാസ്റ്റ് ഫീഡിങ്ങും, പാലക്കാട് 15 ഷോയോളം ഫാസ്റ്റ് ഫീഡിങ്ങും, പത്തനംതിട്ടയിൽ 11 ഷോ ഫാസ്റ്റ് ഫീഡിങ്ങും, ആലപ്പുഴയിൽ 30 ഷോയോളം ഫാസ്റ്റ് ഫീഡിങ്ങും ആണ് കാണുന്നത്. അങ്ങനെ പ്രധാനപ്പെട്ട സെൻറ്ററുകളിൽ മാത്രമല്ല, ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ സെൻറ്ററുകളിലും ഹൗസ്ഫുൾ മയമാണ് കാണുന്നത്. അങ്ങനെ കേരളം ഒട്ടാകെ വലിയൊരു ട്രെൻഡിങ്, ഒരു തരംഗം ഈ തിങ്കളാഴ്ച ദിവസവും 5ാമത്തെ ദിവസവും കാണുന്നു എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. ഇന്നും വലിയൊരു കളക്ഷൻ വേട്ട തന്നെ കേരള ബോക്സ് ഓഫീസിൽ ലോക സിനിമ നേടും എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 700-ലധികം ഷോയാണ് കേരളം ഒട്ടാകെ ചെറുതും വലുതുമായിട്ടുള്ള സെൻറ്ററുകളിലെല്ലാം കൂടെ ഹൗസ്ഫുള്ളിലേക്ക് നീങ്ങുന്നതായിട്ട് ഈ തിങ്കളാഴ്ച ദിവസവും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ഇതിൻ്റെ കേരളത്തിന് പുറത്തും മോശമല്ല. ബാംഗ്ലൂർ സിറ്റിയിൽ 40 ഷോയോളം ഫാസ്റ്റ് ഫീഡിങ്ങും, ചെന്നൈയിൽ 30 ഷോയോളം ഫാസ്റ്റ് ഫീഡിങ്ങും ആണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ കേരളത്തിന് പുറത്തും ഇന്ത്യ ഒട്ടാകെ 800-ലധികം ഷോ ഫാസ്റ്റ് ഫീഡിങ് നമുക്ക് ഇന്ന് ഈ തിങ്കളാഴ്ച ദിവസം കാണാൻ സാധിക്കുന്നു. വലിയൊരു സന്തോഷകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. മണിക്കൂറുകളിൽ 14,000-13,000-ലധികം ടിക്കറ്റുകളാണ് പെർ മണിക്കൂറിൽ ഇത്രയും വർക്കിംഗ് ഡേ ആയിട്ടും ഇന്നും വിറ്റ് പോകുന്നതെന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 20 കോടിയിലധികം രൂപ ഇന്നലെ ഞായറാഴ്ച ദിവസം സ്വന്തമാക്കിയതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത്. ഒരു മോഹൻലാൽ സിനിമ അല്ലാതെ ആദ്യമായിട്ടാണ് മറ്റൊരു സിനിമ വന്ന് 20 കോടിയിലധികം രൂപ ഒരു ദിവസം ഒരു മലയാള സിനിമ ഏറ്റവും കൂടുതൽ കളക്ഷനായിട്ട് 20 കോടിയിലധികം രൂപ നേടിയിട്ടുള്ളത്. അത് ലോകയാണ്. 2 ദിവസമാണ് ലോക സിനിമ 20 കോടിയിലധികം കളക്ഷൻ വേൾഡ് വൈഡായിട്ട് നേടിയത്. ലാലേട്ടൻ്റെ ഇതിന് മുമ്പ് പുരാൻ സിനിമ 4 ദിവസം 20 കോടിയിലധികം നേടി. പിന്നെ രണ്ടാമതായിട്ടുള്ളത് തുടരും സിനിമയാണ്. 2 തവണയാണ് 20 കോടിയിലധികം രൂപ വേൾഡ് വൈഡായിട്ട് നേടിയത്. ഇപ്പം ആ തുടരും സിനിമയ്ക്കൊപ്പം അല്ലെങ്കിൽ ലാലേട്ടനൊപ്പം ഒരേ ഒരു മെഗാസ്റ്റാറോ മറ്റ് നടന്മാരോ ഒന്നുമല്ല, കല്യാണി പ്രിയദർശൻ്റെ ഈ സിനിമ ലോക സിനിമ 20 കോടിയിലധികം രൂപ നേടുന്ന ഒരു സൂപ്പർ സ്റ്റാറായിട്ട്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന 20 കോടിയിലധികം കളക്ഷൻ തുടർച്ചയായിട്ട് 2 ദിവസം നേടുന്ന ഒരു താരമായിട്ട് അല്ലെങ്കിൽ ഒരു സിനിമയായിട്ട് ലോക സിനിമയ്ക്ക് മാറാനായിട്ട് സാധിച്ചു. ഇനി റെക്കോർഡ് കളക്ഷൻ നേടിയ ഇന്നലത്തെ ഒരു കളക്ഷൻ റിപ്പോർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ, കർണാടക ബോക്സ് ഓഫീസിൽ നിന്നും 1,60,00,000 രൂപയാണ് ഇന്നലെ സ്വന്തമാക്കിയത്. മൊത്തം 3,38,00,000 രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ് 4 ദിവസത്തെ കളക്ഷൻ. ആന്ധ്രാപ്രദേശ്, തെലുങ്ക് സംസ്ഥാനങ്ങളിൽ ഞെട്ടിച്ചെന്ന് തന്നെ പറയാം. 1,75,00,000 രൂപ ഇന്നലെ 4ാമത്തെ ദിവസം സ്വന്തമാക്കി. മൊത്തം 3,60,00,000 രൂപയാണ് 4 ദിവസത്തെ തെലുങ്ക് സംസ്ഥാനങ്ങളുടെ കളക്ഷൻ. തമിഴ്നാട്ടിൽ 1,85,00,000, മൊത്തം 3.5 കോടി രൂപയാണ് 4 ദിവസത്തെ കളക്ഷൻ. റെസ്റ്റ് ഓഫ് ഇന്ത്യ ബാക്കി എല്ലാ സംസ്ഥാനത്തും കൂടെ, നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം കൂടെ 85,00,000 രൂപ, മൊത്തം 1,62,00,000 രൂപയാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. കേരളത്തിൽ 5,70,00,000 രൂപയാണ് ഇന്നലെ ഒറ്റ ദിവസം തൂക്കിയത്. അങ്ങനെ മൊത്തം കേരള കളക്ഷൻ 4 ദിവസം കൊണ്ട് 16,35,00,000 രൂപയും എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും ഇന്നലെ ടോട്ടലായിട്ട് മൊത്തത്തിൽ നേടിയത് 11,75,00,000 രൂപയാണ്. മൊത്തത്തിൽ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ 4 ദിവസം കൊണ്ട് 28,45,00,000 രൂപയും എത്തിയിരിക്കുകയാണ്. വിദേശ രാജ്യത്ത് നിന്നും ഇന്നലെ റെക്കോർഡ് കളക്ഷനാണ്. 12,55,00,000 രൂപ 4ാമത്തെ ദിവസവും വിദേശ രാജ്യങ്ങളിൽ നിന്ന് സ്വന്തമാക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. മൊത്തം 4 ദിവസം കൊണ്ട് 36,55,00,000 രൂപയാണ് 4 ദിവസത്തെ വിദേശ കളക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെ വേൾഡ് വൈഡായിട്ട് ഇന്നലെ ഒറ്റ ദിവസം നേടിയത് 24,30,00,000 രൂപയാണ്. വേൾഡ് വൈഡായിട്ട് 4 ദിവസം കൊണ്ട് ലോക സിനിമ തൂക്കിയിരിക്കുന്നത് 65 കോടിയാണ്. ഇത്
വലിയൊരു സിഗ്നൽ വന്നു കഴിഞ്ഞു. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ 100-ലോ 150 കോടിയിലോ ഒന്നും നിൽക്കാൻ പോകുന്നില്ല മക്കളെ. വെറും ഈ വരുന്ന ഞായറാഴ്ച, വരുന്ന ഞായറോടുകൂടി തന്നെ 150-200 കോടി റേഞ്ചിലുള്ള കളക്ഷൻ എത്തും. അത് ഏതറ്റം വരെ പോകുമെന്ന് മാത്രം കണ്ടറിഞ്ഞാൽ മതി. എന്തായാലും ശരവേഗം റെക്കോർഡുകൾ തകർത്തെറിഞ്ഞുകൊണ്ട് ലോക സിനിമയുടെ കുതിപ്പ് ജഗാന്ന് മുന്നോട്ട് പോട്ടെ. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നിടം വരെ ബൈ ബൈ.